ഇവരിതിന് തുറക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളെന്താ നമ്മൾ അങ്ങനെ തുറക്കും. ഹായ് ഗായ്സ്. അപ്പോൾ റൂം കുറച്ച് മെസ്സിയാണ്, ഒന്നും വിചാരിക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് നൈറ്റിൽ കുറച്ച് ഐറ്റംസ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പനിയൊക്കെ പിടിച്ച് കുറച്ച് ദിവസം വീട്ടിലായിരുന്നു. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഹോസ്റ്റലിൽ എത്തുമ്പോഴാണ് ഈ സാധനം. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, അൺബോക്സിങ് വീഡിയോ ആണ് ഈ കാണുന്നത്. ഈ നൈക്കിയിൽ നിന്ന് പ്രൊഡക്റ്റ് ഓർഡർ ആക്കി അത് അൺബോക്സ് ചെയ്യുമ്പോഴുള്ള ഫീലിംഗ് ഉണ്ടല്ലോ, അത് വേറൊരു ഫീലിംഗ്. കാരണം നമ്മൾ അത്രയും ആഗ്രഹിച്ച് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആയിരിക്കില്ല, അല്ലെങ്കിൽ മേക്കപ്പ് ഐറ്റംസ്, ഗേളി തിങ്സ്. അപ്പോൾ ഇതിപ്പോൾ എവിടെ നിന്ന് തുറക്കും? പനി പിടിച്ചെന്ന് പറഞ്ഞില്ലേ? പനി എന്ന് പറഞ്ഞാൽ ഒരു 1.5 പനിയാണ്. എന്നുവെച്ചാൽ ഫസ്റ്റ് തൊണ്ടവേദന തുടങ്ങും, പിന്നെ അത് പതുക്കെ മൂക്കടപ്പ്, ചെവി അടഞ്ഞു പോവുക, മേല് വേദന, തലവേദന, കണ്ണുവേദന, അങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് മീൻസ് ഗ്ലൂക്കോസ് ഇട്ടിട്ട് വരുന്ന വരവാണ് ഗൈസ്. അല്ല, ഇട്ടിട്ട് വരുന്ന വരവല്ല, ഞാൻ വീട്ടിൽ 2-3 ദിവസം റെസ്റ്റ് എടുത്തു. ഹോസ്റ്റലിൽ വന്നാൽ ഇവിടെ ആരുമില്ല. സോ വീട്ടിലിരിക്കാണ് എന്തുകൊണ്ടും നല്ലത്. നമ്മൾ പനി പിടിച്ചിരിക്കുന്ന സമയത്ത് കിട്ടുന്ന കെയറിങ് ഉണ്ടല്ലോ വീട്ടിൽ നിന്ന്, അതൊരു വേറൊരു ഫീലിംഗ്. ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്, എസ്പെഷ്യലി അമ്മേനെ എടുത്തു. അപ്പോൾ പനിയുടെ സിംറ്റംസ് ഫസ്റ്റ് തൊണ്ടവേദന തുടങ്ങിക്കഴിഞ്ഞാൽ ഗൈസ് ഹോസ്പിറ്റലിലേക്ക് കിട്ടും, അത്രേ ഞാൻ പറയുള്ളൂ. പക്ഷെ അത് വന്ന് കഴിഞ്ഞാൽ ചത്ത് ജയിക്കണ അവസ്ഥയാണ്. അത് വന്നവർക്കറിയാം. നവംബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ പനി സാധാരണയാണ്. പക്ഷേ അത് വന്ന് അനുഭവിച്ചവർക്കല്ലേ അറിയുള്ളൂ അതിൻ്റെ പെയിൻ. സോ കുറച്ച് ഇവരെന്താ തുറക്കരുത് എന്നുള്ള ഇൻറ്റൻഷനിൽ, ഞാനല്ല കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, തുറക്കരുത് എന്നുള്ള ഇൻറ്റൻഷനിൽ ചിലർ പാക്ക് ചെയ്ത് വെക്കണം പോലെ. പക്ഷെ അത് നമ്മുടെ പ്രൊഡക്റ്റ് ഉള്ളിൽ നമ്മൾ അത്ര പൈസ കൊടുത്ത് മേടിച്ച ഈ പ്രൊഡക്റ്റ് അവർ ഡാമേജ് ആവാൻ പാടില്ല എന്നുള്ളൊരു ആ ഒരു കെയറിങ്ങിനാണ് അവർ ഇത്രയും ഇതിൽ പാക്ക് ചെയ്ത് അയക്കുന്നത്. പക്ഷേ നിങ്ങൾ കണ്ടില്ലേ ഇപ്പം എന്തോരം ഞാൻ ഇവിടെ തീർന്നില്ലേ? അയ്യോ, ലേഖാവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, സോറി. നിങ്ങളത്ര എക്സ്പെക്ട് ചെയ്യാൻ അത്ര വലിയ സംഭവമൊന്നുമില്ല ഇതിൻ്റെ അകത്ത്. പക്ഷെ എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് നിങ്ങളും കൂടെ അറിയിക്കട്ടെ എന്നുള്ളൊരു ഇതിലാണ്. അയ്യോ ഗൈസ്, ഞാൻ ഇത്രയും നേരം ഇങ്ങനെയാണ് തുറക്കാൻ ശ്രമിച്ചിരുന്നത്. പക്ഷെ ഇത്രയ്ക്കുള്ള സംഭവം കേട്ടോ. ഇതിൽ സാധനമുണ്ട്, ഫുള്ള് പേപ്പർ ആണെന്നൊന്നും വിചാരിക്കരുത്, സംഭവങ്ങളുണ്ട്. കാണിച്ചു തരാം. എനിക്കിവരുടെ പാക്കിങ് ഇഷ്ടമാണ് കേട്ടോ. നൈക്കിൽ നിന്ന് പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ ഇവരുടെ പാക്കിങ് ശ്രദ്ധിച്ചില്ല, എനിക്കെന്തോ ഇഷ്ടമാണ് ഇവരുടെ പാക്കിങ്. ഫസ്റ്റ് തന്നെ ഇതിപ്പോൾ എല്ലാവർക്കും അറിയണമായിരിക്കും, കുറേ പേര് യൂസ് ചെയ്തിട്ടുണ്ടാവും. മസ്കാര ഡബിൾ ട്രബിൾ യൂസ് ചെയ്ത ട്രബിളാവോ, അതാണ് ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഫോർ ഫൺ. അതിന് പൂച്ച താഴെയുണ്ട്, അതാണ്. പൂച്ചേനെ ഞാൻ പിന്നെ കാണിക്കാം. അവള് വീട്ടിൽ നിന്ന് വന്നതിൻ്റെ ആ ഒരു ട്രോമയിൽ അവിടെ ഒരു പൂച്ചയുണ്ട്. ഇവള് പേർഷ്യൻ കാറ്റാ, അവിടെ ഉള്ളത് നാടൻ പൂച്ച. അപ്പോൾ അവനായിട്ട് കളിച്ച് സെറ്റായി വന്നതായിരുന്നു. അപ്പോഴാണ് ഞാൻ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അവൾ ആ ട്രോമയിലാണ്. സാരില്ല, കുറച്ച് ബസ്സിട്ട്. എന്താണിത്? എനിക്ക് മാത്രമാണ് അങ്ങനെ. ഭയങ്കര ഇത് ഇങ്ങനെ എടുക്കുക, ഇത് എങ്ങനെയാണ് എടുക്കേണ്ടത് ഗൈസ്? അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ടില്ലേ, സോറി. ഇത് ഫസ്റ്റ് ഇത് സ്റ്റെപ്പ് 1 ലെങ്ത് എന്ന് എഴുതിയിട്ടുണ്ട്, കാണുന്നുണ്ടോ? സ്റ്റെപ്പ് 1. ഇപ്പോൾ തലതിരിഞ്ഞാൽ കാണാൻ ക്യാമറയിൽ, ഞാൻ എന്നാലും കാണിച്ചെന്നുള്ളൂ. ഇത് കുറേ പേര് യൂസ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതെൻ്റെ 2ാമത്തെ പർച്ചേസിങ് ആണ് ഇത്. അപ്പോൾ ഇങ്ങനെ ക്യാമറ നോക്കി ചെയ്യാറില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വെറുതെ കാണിച്ചു തരാം. ഈ കണ്ണ് മാത്രം ചെയ്യുന്നുള്ളൂ കേട്ടോ, ആ കണ്ണ് ചെയ്യുന്നില്ല, നല്ല ഡിഫറൻസ് അറിയുള്ളൂ മണ്ടന്മാർ. അപ്പോൾ താഴെ എനിക്ക് ഇഷ്ടമല്ല ചെയ്യുന്നത്, എന്നാലും ഞാൻ
ഓവറായിട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ അപ്പോൾ ഞാൻ ഫേസ് വാഷും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു എന്നുള്ളൂ. അപ്പോൾ ഇത് അടുത്താണ് സ്റ്റെപ്പ് 2 വോളിയം. സ്റ്റെപ്പ് 1 ലെങ്ത് ആണെങ്കിൽ സ്റ്റെപ്പ് 2 വോളിയം. അപ്പോൾ വോളിയം കൂട്ടാനുള്ള ഇതാണ്. അപ്പോൾ ഈ മുടി പേടിയാവുന്നുണ്ടോ ഗൈസ്? ഞാൻ അടുത്തോട്ട് വരുമ്പോൾ പേടിയാവുന്നുണ്ടോ ഗൈസ്? കാണാനുണ്ടോ ഡിഫറൻസ്? എൻ്റെ ഈ കണ്ണ് നോക്കൂ, ഈ കണ്ണ് നോക്കൂ. അപ്പോൾ നിങ്ങൾ പറയും ഇതിപ്പോൾ എല്ലാ മസ്കാരയുടെ എങ്ങനെയല്ലേ എന്ന് പറയും. ആണ്, പക്ഷേ എനിക്ക് ഇത് ഇഷ്ടമുള്ളൊരു മസ്കാരയാണ്. സോ ഞാനത് മേടിച്ചു. ഓക്കെ, ആൻഡ് ദെൻ ലിക്വിഡ് ഐലൈനർ, മാഴ്സിൻ്റെ ലിക്വിഡ് ഐലൈനർ. ഓക്കെ, പിന്നെ ഇത് തുറക്കാനുള്ള കാര്യങ്ങൾ ഇവർ തന്നെ തുറക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മളെന്താ നമ്മൾ അങ്ങനെ തുറക്കും. പക്ഷേ അതെ ഇതിപ്പോൾ നമ്മളിലേക്ക് ഇങ്ങനെ തുറക്കാം. പക്ഷേ അതെ അവർ മൂടിൽ വേണം. സിമ്പിൾ, സോ സിമ്പിൾ. വീട് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇങ്ങനെ തുറന്ന പോലെ. വാ, അയ്യോ ഇത് ഇങ്ങനെയല്ല തോന്നുന്നു. ഇങ്ങനെ തിരിച്ച് പൊട്ടോ. എനിക്ക് തോന്നുന്നു ഗായ്സ് ഇതിൻ്റെ കവർ ചെയ്തിട്ടുണ്ടോ? ആ, കവറുണ്ട്. ഇതിപ്പോൾ ഞാനിങ്ങനെ തുറക്കും. എനിക്ക് വയ്യ. തിരിച്ച് തുറക്കണമല്ല അത്. പക്ഷെ അതൊരു കോട്ടിങ്, ഒരു കവറിങ് ഉണ്ട്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറുണ്ടോ? കേട്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് ഉണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇത് തിരിച്ച് തുറക്കണമെന്ന്. പക്ഷെ അത് തിരിച്ച് തുറക്കുന്നതല്ല. ഇത് ഇങ്ങനെ തുറക്കുന്നതാണ്. സോ ഇത് ഐലൈനർ കണ്ടോ, ലിക്വിഡ് ഐലൈനർ പെന്നാണ്. ഞാൻ കുറച്ച് ദിവസം യൂസ് ചെയ്തിരുന്നത് ഈ സാധനം ഡാസ്ലറിൻ്റെ വാട്ടർ പ്രൂഫ് ഐലൈനർ ആയിരുന്നു. പിന്നെ എനിക്ക് വിങ്സ് ഇടാനായിട്ട് എന്തുകൊണ്ടും അത് എനിക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. സോ ഞാൻ ഇത് മേടിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾറെഡി വിങ്സ് ഇട്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട്. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന്, എന്നാലും ഇതിൽ ഡിഫറൻസ് അറിയാൻ പറ്റില്ല. ഞാൻ മേക്കപ്പ് വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് കൊള്ളാം, എനിക്കിഷ്ടമായി. അപ്പോൾ മസ്കാര കഴിഞ്ഞു, ഐലൈനർ കഴിഞ്ഞു. ഇനി ഞാൻ ഇത് ഞാൻ കുറേ പേര് റിവ്യൂ കണ്ടിട്ട് ഞാൻ റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്യുന്നത് ഡോക്ടർ ഷത്തിൻ്റെ സൺസ്ക്രീനാണ്, വൈറ്റമിൻ സി ഉള്ളത്. അപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു ഡോക്ടർ പറഞ്ഞു പിമ്പിൾസ് ഉള്ളവർക്ക്, എനിക്ക് പിമ്പിൾസ് ഉണ്ട് കണ്ടോ, പിമ്പിൾസ് ഉള്ളവർക്ക് ഡോക്ടർ ഷത്ത് ഒരിക്കലും സ്യൂട്ട് ആവില്ല എന്ന് ഞാൻ അതിൽ കണ്ടു. റീസെൻ്റ്ലി കണ്ടു. ഞാനിത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 1 year ആവറായി. ഞാൻ ഇപ്പോഴാണ് ഈ സാധനം അറിയുന്നത്. ഞാൻ ആലോചിച്ചു ഡോട്ട് & കീയുടെ സ്ട്രോബെറിയുടെ ടിൻറ്റഡ് സൺസ്ക്രീൻ യൂസ് ആക്കാം. അപ്പോൾ കുറേ പേര് നല്ല റിവ്യൂ ആണ് തന്നത്. അപ്പോൾ ഞാൻ അത് വിചാരിച്ചിട്ട് ഞാൻ ഇത് മേടിച്ചു. ഇതിൽ 500 അത്രേ ഉള്ളൂ. പാക്കിങ് കടില്ല കേട്ടോ. സ്ട്രോബെറി ഇതിൽ 549 ആണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് 500-നാണ് നയിക്കുന്നത് ഞാൻ മേടിച്ചത്. സംഭവം ഇത്രേ ഉള്ളൂ. സൗണ്ടൊക്കെ ഉണ്ടോ? ഇത് ഫുള്ള് വെള്ളം ലിക്വിഡാന്ന് തോന്നുന്നു. ഞാൻ ഡോട്ട് & കീയുടെ ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല. സോ ഈശ്വര, ടിൻറ്റഡ് എന്ന് പറഞ്ഞപ്പോഴേ ഇത്ര ടിൻറ്റഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല ഗായ്സ്. ഒരു മിനിറ്റ്. ഇതിപ്പോൾ എൻ്റെ മുഖത്ത് ഒരിക്കലും നിങ്ങൾ ട്രാവൽ ചെയ്ത് വന്നിട്ട് മുഖത്ത് ഇത് ചെയ്യരുത്. ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. ഇത് എൻ്റെ മുഖത്ത് അഴുക്കുണ്ട്. ഞാൻ ട്രാവൽ ചെയ്ത് വന്നതിൻ്റെ അഴുക്കുണ്ട് ഓൾറെഡി. പക്ഷേ ഇത് ഓക്കെ, ഇത് സെറ്റ് ആവുന്നുണ്ട് നമ്മുടെ സ്കിന്നായിട്ട് കേട്ടോ. കൊള്ളാല്ലേ, എനിക്കിഷ്ടമായി. ഒരു ഫൗണ്ടേഷൻ ഇട്ട ലുക്കൊന്നുമില്ല. ഒരു ടിൻ്റ് ഉണ്ട്, പക്ഷെ നാച്ചുറലാണ്. ഇതിൽ ഷെയ്ഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ സ്കിൻ ടോൺ എങ്ങനെയാണെന്നനുസരിച്ച് ഷെയ്ഡ്സ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ എന്തായാലും യൂസ് ചെയ്തിട്ട് ഇത് 50 ml ആണ്. ഇത് 50 ml ആണ് 500. ഞാനിത് യൂസ് ആക്കിയിട്ട് എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നുള്ളത്. ഇത് എൻ്റെ ഫേവറേറ്റാണ്, സിമ്പിളിൻ്റെ ഫേസ് വാഷ്. ഇത്
സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 1 ഇയറിൻ്റെ അടുത്ത് തന്നെ. ഇതിപ്പോൾ എൻ്റെ 4ാമത്തെ 5ാമത്തെ അങ്ങോട്ടാണ് സിമ്പിളിൻ്റെ ഫേസ് വാഷ്. ഓക്കെ, സിമ്പിളിൻ്റെ ഫേസ് വാഷ്, ഡോട്ടൻകിയുടെ സൺസ്ക്രീൻ, അതുപോലെ തന്നെ മാഴ്സിൻ്റെ മസ്കാര, അതുപോലെ തന്നെ മാഴ്സിൻ്റെ തന്നെ ഐലൈനർ പെൻ. സോ നമ്മൾ എന്തൊക്കെ കണ്ടു. അപ്പോൾ അതെത്രയേ ഉള്ളൂ എൻ്റെ അൺബോക്സിങ് വീഡിയോ. ഇനി ഞാൻ വന്ന് കയറിയിട്ടുള്ളൂ. വന്ന് കയറിയപ്പോൾ തന്നെ എന്താ പറയുക, ഹോസ്റ്റൽ ഭയങ്കര കച്ചറയായിട്ട് കിടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇത് വൃത്തിയാക്കണം, ഞാൻ തന്നെ ഒറ്റയ്ക്ക് വൃത്തിയാക്കണം. അപ്പോൾ ഞാൻ എൻ്റെ പണിയിലോട്ട് കിടക്കട്ടെ. പിന്നെ ഞമ്മിനെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞമ്മിന് പോയി എന്തെങ്കിലും ഉണ്ടാക്കണം. സോ അത്രയേ ഉള്ളൂ. എൻ്റെ പൂച്ചക്കുട്ടീനെ ഞാൻ കാണിച്ചു തരാം. ചത്ത് കിടന്നു ഒരു മിനിറ്റ്. ഇവളാണ് തൂത്തുമോൾ. കണ്ടോ, ഒരു കുശുമ്പത്തിയുടെ മുഖല്ലേ? കുശുമ്പത്തിൻ്റെ അവളുണ്ടല്ലോ, കുശുമ്പത്തി തന്നെയാണ്. പാവാട്ടോ. അപ്പോൾ വയ്യാതിരിക്കണ സമയത്തുണ്ടല്ലോ, ഇപ്പോഴൊന്നും നമ്മുടെ അടുത്തേക്ക് വരില്ല. ഇപ്പോൾ അവർക്ക് തിന്നണം, കിടന്നുറങ്ങണം, കഴിക്കണം. നമ്മൾ കിടക്കണ സമയമുണ്ടല്ലോ, കിടക്കണ സമയമാകുമ്പോൾ വരും. വന്നിട്ട് പോവല്ലേ ഇവിടെ വന്നിട്ട് മൂക്കത്ത്, ഇപ്പം നമ്മളിങ്ങനെ കിടക്കണമെങ്കിൽ മൂക്കത്ത് ഇങ്ങനെ ഇങ്ങനെ കിടക്കും, പിന്നെ കഴുത്തും ഇങ്ങനെ കിടക്കും, പിന്നെ ഇങ്ങനെ കിടക്കും. അങ്ങനെയൊക്കെ ചെയ്യൂ. ഇത് നക്കിത്തരാ അല്ലേ? പോയി തൂത്തുമോൾ. തൂത്ത് ഹായ് പറ, തൂത്ത് ഹായ് പറ, ഹായ് പറ, പൊക്കോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. തൂത്തുമ്മ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.